വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഓൾമോസ്റ്റ് എല്ലാ ബോഡി ടൈപ്പിലുള്ളവർക്കും ഇടാൻ പറ്റിയ ഡ്രസ്സുകളാണ്. പിന്നെ ഇതിൻ്റെയൊക്കെ ഫാബ്രിക് സമ്മറിൽ ഇടാൻ പറ്റിയതാണ്. പിന്നെ ഇന്ന് കാണിക്കുന്ന ഡ്രസ്സുകളൊക്കെ ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത് മിന്ത്രയിൽ നിന്നാണ്. മിന്ത്രയിൽ ഇപ്പോൾ അടുത്ത് ഏറ്റവും വലിയ സെയിൽ നടന്നപ്പോഴാണ് ഞാൻ ഇതൊക്കെ വാങ്ങിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഡിസ്കൗണ്ടിലാണ് എല്ലാ ഡ്രസ്സുകളും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ റേറ്റ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തായാലും ഡിഫറൻസ് കാണും. അപ്പോൾ അത് ഈ സെയിലിൻ്റെ ഒക്കെ ഇതുകൊണ്ടാണ് ആ ഒരു റേറ്റ് ഡിഫറൻസ് കാണുന്നത്. എനിവേ എല്ലാ ഡ്രസ്സുകളും അടിപൊളിയാണ്. ക്വാളിറ്റി നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ മെറ്റീരിയൽ നോക്കിക്കഴിഞ്ഞാലും എല്ലാം. പിന്നെ എല്ലാത്തിൻ്റെയും ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കും. അതോടൊപ്പം തന്നെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടും. അപ്പോൾ വായിക്കുന്നില്ല, നേരെ വീഡിയോയിലോട്ടേക്ക്. ആദ്യം തന്നെ നല്ല ഭംഗിയുള്ള ബ്ലാക്ക് കളറിൽ വരുന്നൊരു എലൈൻ ഡ്രസ്സാണ്. ഈ ഒരു ഡ്രസ്സ് അനൂപ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ്. ഡ്രസ്സ് ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ ബ്ലാക്ക് കളറിൽ മൊത്തം വൈറ്റ് പ്രിന്റുകളാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിനൊരു കോളർ ഉണ്ട്. ഇതിൽ ഇവിടെ ബട്ടൺ ഡൗൺ ഡിസൈനാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. 3/4 ആണ് സ്ലീവ്സ് വന്നിട്ടുള്ളത്. ആൻഡ് ഇത് നമുക്ക് ഷർട്ട് പോലെ ഫോൾഡ് ചെയ്തിട്ടിടാൻ പറ്റും. ഇവിടെ ബട്ടൺ ഡീറ്റെയിലിംഗ് ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ഫാബ്രിക് കോട്ടൺ ആണ്, നല്ല തിക്കായിട്ടുള്ള കോട്ടൺ ആണ്, ട്രാൻസ്പാരൻ്റ് അല്ല ഈ ഒരു ക്ലോത്ത്. ഇതിൻ്റെ ലെങ്ത്ത് നോക്കുവാണെങ്കിൽ കാഫ് ലെങ്ത്തോളം ഉണ്ട്. ഇത് മിഡി ലെങ്ത്തിൽ വരുന്നൊരു എലൈൻ ഡ്രസ്സാണ്. സോ എലൈൻ ആയതുകൊണ്ട് ഇതിൻ്റെ ഹെമ്മ് നോക്കുവാണെങ്കിൽ ഫ്ലെയർഡ് ഹെമ്മിലാണ് ഇത് വരുന്നത്. ആൻഡ് ഇതിൽ ചെറിയൊരു പ്ലീറ്റഡ് ഡിസൈൻ ഉണ്ട്. കാരണം വേസ്റ്റ് ലൈൻ ഒരു കട്ടും വരുന്നുണ്ട്. ഫ്രണ്ടിലും ബാക്കിലൊക്കെ ചെറുതായിട്ട് ഇവിടെ ഇതിപ്പം നിങ്ങൾ ബ്ലാക്ക് ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെ ചെറിയ ചെറിയ പ്ലീറ്റഡ് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന് ഇടാൻ നല്ല കംഫർട്ടബിൾ ആണ്. അത്യാവശ്യം തിക്കായിട്ടുള്ളതാണ്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള നേരിയ ടൈപ്പ് അങ്ങനെയല്ല. ഇതിൻ്റെ റേറ്റ് ഞാൻ വാങ്ങിക്കുമ്പോൾ 671 രൂപയാണ്. ഞാൻ എടുത്ത സൈസ് ലാർജ് ആണ്, സൈസ് ചാർട്ട് ഉണ്ട്. 670 എനിക്കിത് വർത്തായിട്ട് തോന്നി. പിന്നെ ഈ ഒരു ബ്രാൻഡ് എന്ന് വെച്ചാൽ അഫോർഡബിൾ റേറ്റിലും അല്ലാണ്ടും നല്ല പ്രീമിയം ടൈപ്പിലുള്ള ഡ്രസ്സുകളെല്ലാം ഉണ്ട്. അഫോർഡബിൾ റേറ്റിൽ കിട്ടുന്നതൊക്കെ ഓൾമോസ്റ്റ് ഇതുവരെ വാങ്ങിച്ചൊക്കെ നല്ല തന്നെയാണ്. അപ്പോൾ ഇതും എനിക്ക് വർത്തായിട്ട് തോന്നി. പിന്നെ നല്ല ഭംഗിയില്ലേ, എനിക്ക് ആ ഒരു പ്രിൻസും എത്നിക് മോട്ടീവ് പ്രിൻറ്റുകളാണ് ഈ ഒരു ഡ്രസ്സിൽ വന്നിരിക്കുന്നത്. അടുത്തത് ബാന്തിനി പ്രിന്റുകളിൽ വരുന്നൊരു എലൈൻ ഡ്രസ്സാണ്. ഇത് ഓൾ അബൌട്ട് യു എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഡ്രസ്സാണ് കേട്ടോ. മെറൂണും അതുപോലെ തന്നെ പിങ്കിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. ഇതാണ് ഡ്രസ്സ്. ഇതിൻ്റെ സ്ലീവ് നോക്കുവാണെങ്കിൽ 3/4 സ്ലീവ് വന്നിട്ടുള്ളത്. ഇവിടെ ഇവർ ബട്ടൺ ക്ലോഷർ കൊടുത്തിട്ടുണ്ട്. നെക്ക് നോക്കുവാണെങ്കിൽ വി നെക്കിലാണ് വന്നിട്ടുള്ളത്. ഭയങ്കര ഡീപ്പായിട്ടുള്ളതല്ല, കയറി നെക്കാണ്. ഇതിലും പ്ലീറ്റഡ് ഡിസൈനും വേസ്റ്റ് ലൈനും ഒക്കെ ഉണ്ട്. സൈഡ് പോക്കറ്റ്സ് ഉണ്ട് ഈ ഒരു ഡ്രസ്സിന്. ലെങ്ത് നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് കാഫ് ലെങ്ത്തിൽ വരുന്നുണ്ട്. ഇതും ഒരു മിഡി ലെങ്ത്തിൽ വരുന്ന ഡ്രസ്സാണ്. പിന്നെ ഒരുപാട് അങ്ങ് ഫ്ലെയർഡ് ആയിട്ട് വരുന്നതല്ല ഈ ഒരു ഡ്രസ്സ്. ഇതിൻ്റെ ഫാബ്രിക് നോക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റ് റയോൺ ആണ്. ഇതും നമുക്ക് സമ്മറിൽ ഇടാൻ പറ്റിയ തന്നെയാണ്. ആൻഡ് ഞാൻ വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ റേറ്റ് 699 ആണ്. ഞാൻ എടുത്ത സൈസ് ലാർജ് ആണ്. എനിക്ക് ഓക്കെ ആണ്, റെഗുലർ ഫിറ്റിലാണ് ഈ ഒരു ഡ്രസ്സ് വരുന്നത്. കൂടുതലായിട്ടൊന്നും പറയാനില്ല, കാരണം ഫുൾ ഇങ്ങനെ ബാന്തിനി പ്രിൻറ്റുകളാണ് വന്നിട്ടുള്ളത് ഡ്രസ്സിൽ. പിന്നെ നിങ്ങൾ വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അധികവും ഇങ്ങനെ ബാന്തിനി പ്രിൻറ്റുകളിൽ വരുന്നതൊക്കെ ചിലപ്പം കളറ് പോകാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അവർ ഡൈ ചെയ്യുന്നതൊക്കെ ആണെങ്കിൽ അങ്ങനെ ആവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇത് റയോൺ ആയതുകൊണ്ട് അങ്ങനെ പോവില്ലായിരിക്കും. പക്ഷേ സേഫ്റ്റി എന്നുള്ള രീതിയിൽ ഫസ്റ്റ് വാഷൊക്കെ ഹാൻഡ് വാഷ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ആൻഡ് ഇത് അങ്ങനെ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലും അല്ല. അടുത്തതും മിഡി ലെങ്ത്തിൽ വരുന്നൊരു എലൈൻ ഡ്രസ്സാണ്. ഇത് താവി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു എലൈൻ ഡ്രസ്സാണ്. ഗ്രീൻ കളറിലാണ് ഈ ഒരു ഡ്രസ്സ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഫാബ്രിക് കോട്ടൺ ആണ്. ഭാഗ്രു ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റുകളൊക്കെയാണ് ഈ ഡ്രസ്സിലുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇങ്ങനെ കോട്ടണൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരുണ്ടാവില്ല. വളരെ മിനിമലായിട്ടുള്ള എന്താ പറയുക, ഡ്രസ്സിൽ പോലും വളരെ സിംപ്ലിസിറ്റി ആഗ്രഹിക്കുന്നവർക്കൊക്കെ എന്തായാലും ഈ ഒരു മോഡൽ ഇഷ്ടമാവും. അപ്പം ഇതിൽ ഈ ഡ്രസ്സിൻ്റെ അറ്റത്ത് വരുന്നുണ്ട് ഈ ഒരു പ്രിന്റുകൾ. അതുപോലെ തന്നെ ഇവർ പൈപ്പിംഗ് പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് സ്ലീവ്ലെസ് ആയിട്ടാണ് വരുന്നത്. ആൻഡ് ഇതിൽ ഒരു ഷർട്ട് കോളറാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഇവിടെ കണ്ടോ ഇങ്ങനെ ബട്ടൺ ഡിസൈൻ, നമുക്കത് ഓപ്പൺ ആക്കാൻ പറ്റും ഫ്രണ്ടിൽ.
പിന്നെ യോക്കിൽ പ്ലീറ്റഡ് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിങ്ങനെ ഫ്ലോ ഇങ്ങനെ ആയിട്ട് പോവും. അങ്ങനെ ഫ്ലെയർഡ് എന്ന് പറയാൻ പറ്റില്ല, ഒരുപാട് അങ്ങനെ ഫ്ലെയർഡ് ഒന്നുമല്ല, കുറച്ചൊന്ന് ഫ്ലെയർഡ് ആയിട്ടുള്ളതാണ്. ഇതിൻ്റെ റേറ്റ് ഞാൻ വാങ്ങിക്കുമ്പോൾ 493 അതിന് ശരിക്കും വേർത്ത് ആണ് കേട്ടോ. ഞാൻ സെയിലുള്ള സമയത്താണല്ലോ വാങ്ങിച്ചത്, അതുകൊണ്ടായിരിക്കണം. നിങ്ങൾ ഇനി സെയിൽ നടക്കുമ്പോൾ നോക്കിക്കോളൂ. ഈ ഒരു ബ്രാൻഡിൽ ഒരുപാട് നല്ല ഭംഗിയുള്ള കോട്ടൺ ഡ്രസ്സുകളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ നോക്കണം എന്നുണ്ടെങ്കിൽ സെയിൽ സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ബ്രാൻഡിന് നല്ല റേറ്റ് കുറവുണ്ട് കേട്ടോ. ആൻഡ് പിന്നെ എന്താ ഇതിൽ പറയാനുള്ള, പിന്നെ അവരെന്തോ ഡിസ്ക്ലെയിമർ കൊടുത്തിട്ടുണ്ട്, അവരുടെ ഡ്രസ്സുകൾ അധികവും നാച്ചുറൽ ഡൈ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കളർ ബ്ലീഡിങ്ങിന് ചാൻസ് ഉണ്ടെന്ന് അവരെന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ വാഷ് ചെയ്യാം. എനിവേ ഇതിൻ്റെ മെറ്റീരിയലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഞാൻ 490 എത്രയാണ് 3 കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെനിക്ക് ഒരുപാട് വേർത്തായിട്ട് തോന്നി. ആൻഡ് ഞാൻ സൈസ് എടുത്തത് ലാർജ് ആണ്. ഇതിൽ സൈസ് ചാർട്ടിൽ എൻ്റെ സൈസൊക്കെ വരുന്നത് എക്സലിനാണ്. പക്ഷേ മിന്ത്ര എനിക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് ലാർജാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലാർജ് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് അത്രയ്ക്കും ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ യൂഷ്വൽ സൈസ് എടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു സൈസ് അധികം എടുത്തിട്ട് ഓർഡർ ചെയ്താലും മതി. പിന്നെ ഇതങ്ങനെ അത്രയധികം ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ഫാബ്രിക് അല്ല. അടുത്തതും കാവി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഫ്ലെയർ ഡ്രസ്സാണ്. ഇതിന് നല്ല ഓഫർ കണ്ടപ്പോൾ ഞാൻ എടുത്തതാണ്. നല്ല ഭംഗിയുള്ള ബ്ലൂ കളറിലാണ് വന്നിട്ടുള്ളത്. ഒരു എത്തനിക് ഡ്രസ്സാണ്. പിന്നെ ഡ്രസ്സിൻ്റെ അറ്റത്ത് കണ്ടോ ഇതുപോലെ ഇങ്ങനെ കസവിൻ്റെ ഒക്കെ ഡീറ്റെയിലൊക്കെ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആദ്യമേ ഞാൻ പറഞ്ഞേക്കാം, 679 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത്. ആൻഡ് ഫാബ്രിക് നല്ലൊരു കോട്ടൺ ആണ്, സമ്മറിൽ ഇടാൻ പറ്റിയ കോട്ടൺ ആണ്. ശരിക്കും പറഞ്ഞാൽ ഫംഗ്ഷനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഞാൻ എടുത്തത് എക്സൽ ആണ്. ആദ്യം ഞാൻ ലാർജ് എടുത്തു നോക്കി. അപ്പോൾ ഒരു പൊട്ടിക്ക് വലിയ രീതിയിലൊന്നുമില്ല, ചെറുതായിട്ടൊരു എനിക്ക് ടൈറ്റ് ആണോ എന്നൊരു ഫീലിംഗ്. എന്നിട്ട് ഞാൻ കൊണ്ടുപോയി എക്സ്ചേഞ്ച് ചെയ്തിട്ട് എക്സൽ എടുത്തു. ഇപ്പം എനിക്ക് വീണ്ടും ലാർജ് മതിയായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ എൻ്റെ ഈ ഒരു പിൻകോഡിൽ അത് ഡെലിവർ ആവുന്നില്ല, എന്ത് ചെയ്യാനാ. അപ്പോൾ എക്സൽ എടുത്തിട്ട് ഇനിയിപ്പോൾ ഇത് ഓൾട്ടർ ചെയ്യേണ്ടി വരും. കാരണം അത്രക്കും ഒരു എന്താ പറയുക നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സാണ്. ഇതിൻ്റെ സ്ലീവ് നോക്കുവാണെങ്കിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ സ്ലീവ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിൻ്റെ ആ ഒരു എന്താ പറയുക. പുറകിലാണെങ്കിൽ കണ്ടോ ഇതുപോലെ കുറച്ചൊരു പുറകിൽ ഇങ്ങനെ കുറച്ചൊരു ഡീപ്പ് നെക്കാണ്. സാധാരണ ബ്ലൗസിനൊക്കെ ഉണ്ടല്ലോ, അത്രയേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ ടൈ ചെയ്യാനൊക്കെ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് അതുകൊണ്ട് തന്നെ കാണാൻ വേണ്ടി. 679 എനിക്ക് ഒരുപാട് വേർത്തായിട്ട് തോന്നി. പിന്നെ ഇതിന് നല്ല റിവ്യൂസും ഉണ്ട്. നല്ല മെറ്റീരിയൽ, നല്ല കംഫർട്ടബിൾ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെന്താ, പിന്നെ ഇത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ നെക്ക് വന്നിട്ട് വി നെക്കാണ്. ആക്ച്വലി ഇത് നീ ലെങ്ത്തിൽ വരുന്നൊരു ഡ്രസ്സാണ്. എനിക്കിത് മുട്ട് കഴിഞ്ഞിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ ഓരോ സൈസ് കൂടും തോറും ഒരു 1/2 ഇഞ്ച് വെച്ചിട്ട് ഡ്രസ്സിന് ലെങ്ത്ത് കൂടുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ എനിക്ക് എക്സൽ എടുത്തുകൊണ്ട് തന്നെ ഇത് മുട്ട് കഴിഞ്ഞിട്ട് എത്തുന്നുണ്ട്. ഏതായാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡ്രസ്സ്. അടുത്തത് ഇക്കൂട്ടത്തിൽ ഏറ്റവും റേറ്റ് കൂടുതലുള്ള ഡ്രസ്സാണ്. റേറ്റ് കൂടുതൽ മറ്റൊന്നും കൊണ്ടല്ല, ഇത് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഡ്രസ്സാണ്. ആ ഒരു ബ്രാൻഡിൻ്റെ ഡ്രസ്സുകൾ നിങ്ങൾ മിക്കതും നോക്കിക്കഴിഞ്ഞാൽ നല്ല റേറ്റ് കാണും. പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സുകളാണ്. ഞാൻ ഇതുവരെ റെസ്റ്റോറൻറ്റിൻ്റെ വാങ്ങിച്ചതൊക്കെ ഒരുപാട് തവണ ഇട്ടിട്ടുണ്ട്, ചീത്തയായിട്ടൊന്നുമില്ല. ഇതാണ് ഡ്രസ്സ്, നല്ല ഭംഗിയുള്ളൊരു കളറല്ലേ. സ്ലീവ്ലെസ് ആയിട്ടാണ് ഈ ഒരു ഡ്രസ്സ് വന്നത്. ഇത് എലൈൻ ഷേപ്പിലുള്ള മാക്സി ഡ്രസ്സാണ്. ഈ ഒരു ഡ്രസ്സ് മാത്രമാണ് ആങ്കിൾ ലെങ്ത് വരെ വരുന്നുള്ളൂ. കണ്ടോ ഇതിന് സ്ലീവില്ലേ, സ്ലീവ്ലെസ് ആയിട്ടാണ് വരുന്നത്. വീനക്കാണ്. ഇവിടെ ഇങ്ങനെ ചെറിയൊരു പോം ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഭംഗിയുള്ള കളറായത്. കളറാണ് എനിക്ക് എന്താ പറയേണ്ട, ഒരു കളറിന് കറക്റ്റ് എനിക്കറിയില്ല. റെസ്റ്റോറൻറ്റും പിങ്കും എല്ലാം കൂടെയുള്ളൊരു മിക്സ് ആയിട്ടുള്ളൊരു കളറാണെന്ന് തോന്നുന്നു. നിറയെ ഫ്ലോറൽ പ്രിൻറ്റുകളാണ് ഉള്ളത് ഈ ഡ്രസ്സിൽ. ഭയങ്കര സോഫ്റ്റാണ്, കോട്ടണാണ് മെറ്റീരിയൽ. സമ്മറിൽ ഇത് അടിപൊളിയായിരിക്കും, കാരണം അത്രക്കും സോഫ്റ്റാണ്. പിന്നെ അത് നല്ല കംഫർട്ടബിളാണ് ഇത് ഇട്ടിട്ടും. റേറ്റ് 1287 റേറ്റ് നല്ല കൂടുതലാണ്. പക്ഷേ എന്താ പറയുക, നല്ല ഫാബ്രിക്, നല്ല കംഫർട്ടബിൾ, നല്ലൊരു കോട്ടൺ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. കാരണം ഞാനിത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് എടുത്തത്. പിന്നെ ഇതേ മോഡൽ അവർക്ക് എന്താ പറയുക 3/4 സ്ലീവ്സിൽ വരുന്നുണ്ട്.
അതും അത് വേണമെങ്കിൽ ഞാൻ ലിങ്ക് കിട്ടുവാണെങ്കിൽ അത് കൊടുക്കാം. ഇതന്നെ സംഭവം, പക്ഷെ അതിൻ്റെ സ്ലീവ്സ് വന്നിട്ട് 3/4. റേറ്റും ഓൾമോസ്റ്റ് ഇത്ര തന്നെ ഉണ്ട്. നിങ്ങൾ വേണമെങ്കിൽ അവരുടെ റെസ്റ്റോറൻറ്റിൻ്റെ തന്നെ കോട്ടൺ ഡ്രസ്സ് സെർച്ച് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് കിട്ടും. ഒരുപാട് നല്ല ഭംഗിയുള്ള നല്ല ബ്ലൂ കളർ, ഇൻഡിഗോ ബ്ലൂ കളറിലൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ളതുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ലീവ്ലെസ് ഇടുന്നവരാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ ഇഷ്ടമാണ് ഇടാൻ മടി എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ ഷ്രഗ്സ് യൂസ് ചെയ്യാമല്ലോ. ബ്ലാക്ക് ഷ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യാം. ഇനി ഈവൺ എത്നിക് ഷ്രഗ്സ് യൂസ് ചെയ്യാൻ പറ്റും. ബ്ലാക്ക് അല്ല വേറെ ഏതെങ്കിലും കളേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ ആവാം. ഇപ്പോൾ ഈവൺ ഡെനിം ഷ്രഗ്സ് തന്നെ ഉണ്ട്, അതായത് കോളർ ഇല്ലാത്ത തന്നെയുള്ള ഷ്രഗ്സ് അവൈലബിൾ ആണ്. ഈ ഡെനിം ഷ്രഗ്സ് ഇതിൻ്റെ എന്തായാലും ചേരും. അങ്ങനത്തെ ഓപ്പൺ ഷ്രഗ്സ് ഒക്കെ അവൈലബിൾ ആണ്. സോ അങ്ങനെ പെയർ ചെയ്തിട്ടും ഇടാൻ പറ്റും. എനിക്ക് മെറ്റീരിയൽ അടിപൊളിയാണ് കേട്ടോ, എനിക്കിഷ്ടമായി. അപ്പോൾ ഇത്രയും ഡ്രസ്സുകളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. എല്ലാത്തിൻ്റെയും ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് വീണ്ടും കാണാൻ നല്ല നല്ല വീഡിയോ ആയിട്ട്. അതുവരേക്കും ബൈ.